നല്ല രജനീകാന്ത് മൂവി. അമീർ ഖാൻ ഈ മൂവി ആയിട്ട് ആവശ്യം മനസ്സിലാവില്ല. അമീർ ഖാൻ ഒരു രജനീകാന്ത് പോലെ ആക്ടറല്ല. രജനീകാന്ത് സ്റ്റാറാണ്, പണ്ട് നല്ല ആക്ടറായിരുന്നു. എനിക്കത് പ്രതീക്ഷിച്ചില്ല. ലോകേഷിൻ്റെ ഡയറക്ഷനിലാണ്. നല്ല ട്രെയിലർ കണ്ടപ്പോൾ നല്ല ഇമ്പ്രസ് ചെയ്ത് തോന്നി. സാധാരണ രജനി പടങ്ങളിൽ അങ്ങനെ വലിയ ടെക്നോളജി ഉണ്ടാവാറില്ല. ഒരു ടിപ്പിക്കൽ രജനി പടമാണ്. പിന്നെ ശ്രുതി ഹാസൻ, നാഗാർജുന. ഇനി അമീർ ഖാനെല്ലാം ആഡ് ചെയ്യാൻ കാരണം എനിക്ക് തോന്നുന്നു ഒരു പാൻ ഇന്ത്യൻ പടമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ജവാൻ, ഷാറുഖ് ഖാൻ്റെ മൂവി അങ്ങനെയായി എല്ലാ സ്ഥലത്തോടും ആൾക്കാരുണ്ടായി. ഇത് സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യ എല്ലാം കയ്യിലെടുക്കാൻ ഒരു നല്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുള്ള ഫിലിമാണ്. സൗബിൻ്റെ റോളുണ്ട്. മോണിക്ക പാട്ട് നന്നായിട്ട് വൈറലായിരിക്കുന്നു. പടം കത്തുമെന്ന് എനിക്ക് തോന്നുന്നു, ഹിറ്റാവുമെന്ന് തോന്നുന്നു. രജനിക്ക് ഒരു ഹിറ്റ് ആവശ്യമുണ്ട്. പണ്ടൊരു രജനീകാന്ത് പടങ്ങൾ കേരളത്തിൽ ഓടാറില്ല, ഇപ്പോൾ ഓടുന്നുണ്ട്. രജനി പണ്ട് നല്ല നടന്നേ ഭാഷ എന്ന് പറയാൻ. അത് കഴിഞ്ഞിട്ടാണ് മാറിയത്. എന്നാലും ആ രജനിയുടെ സ്റ്റൈല് ഇത്രയും പ്രായം തോന്നിക്കുന്നില്ല. രജനിക്ക് ഒട്ടും പ്രായം തോന്നിക്കുന്നില്ല. ആ ഒരു സ്റ്റൈലും ഋതുവും എല്ലാം ഉണ്ട്. ഒരു ടിപ്പിക്കൽ രജനികാന്ത് പടമാണ്. ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ ലോകേഷ് ഡയറക്ഷൻ. ലോകേഷിൻ്റെ എല്ലാ പടം നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ഫിലിമായിരിക്കും. എത്ര കോടി കിട്ടും? കൂലിരായ പറഞ്ഞു ഇത്ര നേരം പറഞ്ഞ കൂലിയ കാഴ്ചയാണ്. എത്ര കോടി കിട്ടും അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഫിലിം പറയാൻ പറ്റില്ല. ഇപ്പം വിജയുടെ പടമൊക്കെ ആണെങ്കിൽ ഇനീഷ്യൽ കളക്ഷനെ വെച്ച് നഷ്ടം ഉണ്ടാവില്ല. അല്ല, രജനിയുടെ പടം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. എങ്ങനെ എത്ര കോടി എന്ന് പറയാൻ പറ്റില്ല. വലിയ വയലൻസ് ഇല്ലാന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. എന്നാൽ ലാഗ് ഇല്ല, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. എന്താ കളിയാക്കാനാണ് ലാഗ്? ഞാൻ ലാഗ് വെച്ച് പറയാൻ കാരണം എന്താ, ഇപ്പോഴത്തെ ഓഡിയൻസ് യങ്സ്റ്റേഴ്സിനൊന്നും ക്ഷമയില്ല. അവർ ഈ റീൽസിലാണ്. അതുകൊണ്ടാണ് പറയും ഇപ്പം ലാഗ് വന്ന സിനിമ ഫ്ലോപ്പാണ്.